ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല പഴുത്ത ചക്കയും കൊണ്ടായിട്ടാണ്. ആ നല്ല വരിക്കച്ചക്ക കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ് ഈ ചക്ക. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇപ്രാവശ്യം ഒരു ചക്ക കേക്ക് ഉണ്ടാക്കാമെന്ന്. ഈ ചക്ക സീസണിൽ ഞാൻ കേക്ക് ഉണ്ടാക്കിയിട്ടില്ല ചക്കരെ. അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ തീരാറായിട്ടുണ്ടല്ലോ, ആ സമയത്തൊരു ചക്ക കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുമെന്ന് പെട്ടെന്ന് കാണിച്ചു തരാം. നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനാവശ്യമായിട്ട് ഒരു സ്റ്റൗ കത്തിച്ചിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ഒരു 3/4 കപ്പ് പഞ്ചസാര ഇതിലിട്ടിട്ടുണ്ട്. അതൊന്ന് മെൽറ്റാക്കി എടുക്കണം. നമ്മൾ മറ്റേ കരിച്ചെടുക്കൂലേ, അങ്ങനെ ആക്കി എടുക്കണം. ഇത് നമുക്ക് കാരമൈസ് ചെയ്തെടുക്കാൻ വേണ്ടത്. അപ്പോൾ ഇതൊന്ന് അടിയിൽ ചൂടായി വരുമ്പം അധികം ഫുൾ ഫ്ലെയിമിലിട്ടൂടാ, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മെല്ലെ ചൂടായി വരുമ്പം അത് അടിഭാഗം അരിഞ്ഞ് വരും. അപ്പോൾ നമുക്കിതൊന്ന് മെൽറ്റായി വരട്ടെ. നമ്മൾ പ്ലം കേക്കെല്ലാം ആക്കുമ്പം ചെയ്യുന്ന പോലെ തന്നെ അതുപോലെ ആക്കി ഇത് മെല്ലെ അരിഞ്ഞ് വരട്ടെ. നമ്മുടെ പഞ്ചസാരയുടെ കാരമലൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. ആ കളറ് മാറി വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ അതിൻ്റെ സൈഡെല്ലാം ഒന്ന് അരിയാനുണ്ട് അത്ര. അത് തീ കൂട്ടിയിട്ടെങ്കിൽ കൂടുതൽ കറുത്ത കളറായി പോവും. അപ്പോൾ ഇത് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, കേക്കിന് നല്ല കളറും വരണ്ട. അപ്പോൾ ഇതാണ് നമ്മുടെ ഇത് നല്ല മെൽറ്റായി വന്നിട്ടുണ്ട്. കുറച്ചുകൂടി ഒരു കളറ് വന്നോട്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അത് നമ്മുടെ മുഖത്തേക്ക് തെറിക്കാതെ ശ്രദ്ധിക്കണം. തരിയൊന്നുമില്ല. നമുക്ക് ഇതിലേക്ക് ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്, പച്ചവെള്ളം തന്നെ എടുത്തിന്. കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുമ്പം കട്ടയാവും, പക്ഷേ നോക്കണ്ട, അരിഞ്ഞ് വരുന്നത്. ഇത് നല്ല മെൽറ്റായി വരും. ഇതൊന്ന് അരിഞ്ഞ് വരട്ടെ. ഇത് തിളക്കുമ്പം അരിഞ്ഞ് വരും. തീ കൂട്ടിയിട്ട് കൊടുക്കാം. ഇത് പുറത്തേക്ക് തെറിച്ച് പോകും, അതാണ് സൂക്ഷിക്കേണ്ടത്. ഇത് കാരമലൈസ് ചെയ്യുമ്പോൾ കൈയെല്ലാം ശ്രദ്ധിക്കണം നല്ലപോലെ, കാരണം ഇത് ഇളകി തെറിച്ച് വരും. ഇത് നമുക്കൊന്ന് ആക്കിയെടുക്കാം. ഇത് നമ്മുടെ കാരമലൈസ് ചെയ്താൽ ഇവിടെ റെഡി ആയിട്ടിട്ട് കട്ടിയില്ലത് ഉണ്ടാകും. കുറച്ചും കൂടി ഇങ്ങനെ അരിഞ്ഞ് വരാനുണ്ട്. കുറച്ചും കൂടി, ഇത്രയേ ഉള്ളൂ. നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇതിവിടെ തണുത്ത് വരട്ടെ. ഇത് കുറച്ച് തണുത്ത് വരണം. ഇനി നമ്മൾ മറ്റുള്ളത് ചെയ്യുമ്പോഴത്തേന് ഇത് തണുത്ത് വരും. ഇത് നിൽക്കട്ടെ. ഇനി നമുക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 3 ഗ്രാമ്പൂ കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കുന്നത് പൊടിച്ചെടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുക്കാം. അതുപോലെ തന്നെ അതേപോലെ കുറച്ച്
കുറച്ചൊരു കാലിൻ്റെ കുറവായിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് വയ്ക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് ബീറ്റ് ചെയ്തിട്ട് വരാം. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാര ഇല്ലേ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ഗ്രാമ്പൂവിൻ്റെ നല്ല മണം വരുന്നുണ്ട്. ഇതൊന്ന് നമുക്ക് ചെറുതായി ബീറ്റ് ചെയ്യാം. ഇങ്ങനെ ഫ്ലഫി ആയിട്ട് വേണ്ട, ചെറുങ്ങനെ ബീറ്റ് ചെയ്ത് വരാം. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ പൊടിച്ച പഞ്ചസാരയുടെ ജാറിൽ തന്നെ നമുക്ക് ഈ ചക്ക ഒന്ന് അരച്ചെടുക്കാം. സൺഫ്ലവർ ഓയിലും പഞ്ചസാരയിലും ഇട്ട് വാങ്ങി. ഇനി നമുക്ക് ഈ എടുത്ത് വെച്ച കാരമലൈസിൻ്റെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് മെല്ലെ ഒന്ന് ജസ്റ്റ് ഒന്ന് അര കപ്പ് ചക്കയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് ബീറ്റ് വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്താൽ വെച്ച മൈദ പൊടിയില്ലേ നമ്മൾ അത് ഇതിലേക്ക് കുറേശ്ശെ ഇട്ടിട്ട് ഇളക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് ഇടാം. ഞാൻ അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് ഒരു മൈദപ്പൊടി പെരക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ബദാമും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് വെച്ചിട്ടൊന്ന് അങ്ങോട്ട് നന്നായി ഇളക്കി കൊടുക്കും. അപ്പോൾ നമ്മുടെ ഓവൻ സെറ്റ് റെഡി ആയിട്ടുണ്ട്. 10 മിനിറ്റ് നല്ല ചൂടാണ്. അതിലേക്ക് നമുക്ക് എടുത്ത് വെച്ച നമ്മുടെ ബാറ്ററി വെച്ച് കൊടുക്കാം. ബാറ്ററി എടുത്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 25 മിനിറ്റ് ആകുമ്പോഴത്തേന് നമ്മളെ കേക്ക് റെഡിയാവും. ആദ്യം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇതാ അടിപൊളിയായ നല്ല സ്പോഞ്ചിയായ ചക്ക കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കഴിച്ച് നോക്കാം. നല്ല സ്പോഞ്ചിയാണ്. കത്തി മുട്ടുമ്പം തന്നെ നല്ല ഇതായിട്ട് വരുന്നുണ്ട്, കട്ട് ചെയ്യാൻ കിട്ടുന്നുണ്ട്. അപ്പം ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. നമ്മൾ നട്ട്സെല്ലാം ഇട്ടിട്ടുണ്ട്. അണ്ടിപ്പരിപ്പെല്ലാം മേലെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. നല്ല ഡെക്കറേറ്റ് ചെയ്താൽ നല്ല രസമായിരുന്നു. പക്ഷേ ഞാനില്ല അണ്ടിപ്പരിപ്പ് എടുത്ത് പൊടിച്ചിട്ട് കൂട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ബദാമും കൂടിയാണ് ചേർത്തത്. അണ്ടിപ്പരിപ്പ് വാങ്ങാൻ വിട്ടു, എല്ലാം തീർന്നിട്ടുണ്ട് അതിന് സ്റ്റോക്കെല്ലാം. അപ്പോൾ ഇതൊന്ന് ഞാൻ കഴിച്ച് നോക്കട്ടെ. അടിപൊളി സൂപ്പർ ടേസ്റ്റാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. അപ്പം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമായിരിക്കും. അപ്പം എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തണേ.